ഈ അടുത്തിടെ ഇറങ്ങിയ സിനിമകളിൽ ദൃശ്യത്തേക്കാൾ ഒരുപടി മേലെയാണ് മോഹൻലാലിൻ്റെ നേര് കണ്ട് നിറ കണ്ണുകളോടെയാണ് ആരാധകർ തിയേറ്ററിന് പുറത്തേക്ക് വരുന്നത്. നേര് മോഹൻലാലിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. റിലീസ് ദിവസം തന്നെ തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് നേര്. നിറ കണ്ണുകളോടെയാണ് ഓരോരുത്തരും ചിത്രം കണ്ട് പുറത്തിറങ്ങുന്നത്. പ്രേക്ഷകർക്ക് ക്രിസ്മസ് ഗംഭീരമായി ആഘോഷിക്കാൻ അതിഗംഭീര തിരിച്ചുവരവുമായിട്ടാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. ക്ലൈമാക്സ് കണ്ട് പലരുടെയും കണ്ണ് നിറഞ്ഞുപോയി. ജിത്തു ജോസഫ് എന്ന സംവിധായകനിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് ഈ ചിത്രത്തിലുണ്ട്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഈ ചിത്രം ദൃശ്യത്തേക്കാൾ ഒരുപടി മുന്നിലാണ്. ലാലേട്ടൻ തിരിച്ചു വന്നു, സിനിമയെപ്പറ്റി ഒരു നെഗറ്റീവും പറയാനില്ല എന്നാണ് ചിത്രം കണ്ടിറങ്ങിയവർ പറഞ്ഞത്. വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരെന്നാണ് ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ്. ഏറെ നാളുകൾക്ക് ശേഷമുള്ള മോഹൻലാലിൻ്റെ വമ്പൻ ഹിറ്റായി നേര് മാറുമെന്നതിൽ സംശയമില്ല. നേരിൻ്റെ ചിത്രീകരണ സമയത്തെ വിശേഷമാണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ചത്. ലാലിൻ്റെ അഭിനയം നേരിൽ കാണാൻ കഴിഞ്ഞതിലുള്ള ആവേശവും ശ്രീജിത്ത് കുറിപ്പിൽ പങ്കുവച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കേൾക്കാം. 3 മാസം മുമ്പ് നേര് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ലാലേട്ടനെ ആദ്യമായി കാണുന്നത്. ആൾ കോസ്റ്റ്യൂമിലാണ്. കോട്ടൊഴികെയുള്ള വക്കീൽ വേഷം. ചെന്ന മാത്രയിൽ പണ്ടു തൊട്ടേ അറിയാമെന്ന മട്ടിൽ പല വിഷയങ്ങളും തമ്മിൽ സംസാരിക്കുകയാണ്. അല്ലെങ്കിലും നമുക്ക് ആളെ പണ്ടു തൊട്ട് അറിയാമല്ലോ. എന്തുമേതും ലാലേട്ടന് വിസ്മയമാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. കുടുംബവിശേഷങ്ങളിൽ നിന്ന് നേതാജിയെക്കുറിച്ചുള്ള ഗവേഷണത്തിലേക്ക്, അവിടെ നിന്ന് ചർച്ചകളിലേക്ക്, ട്രോളുകളിലേക്ക്, സിനിമകളിലേക്ക്, ജോലിയെക്കുറിച്ച്, ലാലേട്ടന്റെ അമ്മയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, ഗാജറ്റുകളെക്കുറിച്ച്, അങ്ങനെ ഫോണിൽ വരുന്ന ട്രോളുകളൊക്കെ കൗതുകത്തോടെ കാണിച്ചു തരുന്നു. ഇടയ്ക്കിടെ കഴിക്കാൻ എന്താ വേണ്ടത്, കുടിക്കാൻ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ ഉടൻ അതെന്താ വേണ്ടാത്തത്, മധുരം നല്ലതല്ലേ, അത് കുടിച്ചുകൂടെ. ലാലേട്ടന്റെ സ്വന്തം സജീവും ഒപ്പമുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ രവിയേട്ടനും ഒപ്പം ചേർന്നു. ഇതിനിടെ ഷോട്ട് റെഡിയെന്ന് അറിയിപ്പ് വരുന്നു. കാരവാനിൽ നിന്ന് നേരെ ഷൂട്ടിലേക്ക്. ഒരു വക്കീൽ കോട്ട് ധരിച്ച് കറുത്ത് കണ്ണട വെച്ചപ്പോഴേക്കും തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഞൊടിയിടയിൽ അഡ്വക്കേറ്റ് വിജയമോഹനായി മുന്നിൽ നിൽക്കുന്നു. സജീവും രവിയേട്ടനും ഞാനും ഷൂട്ടിംഗ് കാണാൻ നിൽക്കുകയാണ്. അതിനിടെ ലാലേട്ടൻ അടുത്തേക്ക് വന്ന് കിരീടം സിനിമയുടെ ക്ലൈമാക്സിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന കലിപ്പൻ സാലുവിനെ പരിചയപ്പെടുത്തി. ആ സീൻ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. കലിപ്പൻ ആവേശത്തിലാണ്. പക്ഷേ കലിപ്പനേക്കാൾ ആവേശം ലാലേട്ടന്. വീണ്ടും തിരികെ ലാലേട്ടൻ റെഡിയാണ്, റിഹേഴ്സൽ നോക്കണോ എന്നൊരു ചോദ്യം ഉയർന്നു കേട്ടു. കൈകൊണ്ട് വേണ്ട എന്ന് കാട്ടി. ടേക്ക് പോവാം എന്ന് ലാലേട്ടൻ പതുക്കെ. അതിനുശേഷം ഞാൻ കണ്ടത് മാജിക്. അല്പം മുമ്പ് വരെ തമാശയും പറഞ്ഞ് ചിരിച്ചു കളിച്ചിരുന്ന ആ മനുഷ്യൻ ആളാകെ മാറി. മുഖത്ത് കുട്ടിത്തം തീരെയില്ല, നിർവികാരം. എന്റെ കൺമുന്നിൽ നിൽക്കുകയാണ്. ആക്ഷൻ വിളിക്ക് കാതോർത്ത് ലാലേട്ടൻ. എന്റെ വലത്തുവശത്ത് ഷൂട്ട് ചെയ്ത രംഗങ്ങൾ തത്സമയം കാണാവുന്ന മോണിറ്റർ. ആക്ഷൻ. ഉയർന്നു കേട്ട പ്രോംപ്റ്ററുകളുടെ താളത്തിൽ വിവിധ ഭാവങ്ങൾ, നോട്ടങ്ങൾ, ഡയലോഗുകൾ, അവിശ്വസനീയത, പരിഭ്രമം, ആകെ അഭിനയമേളം. ഇപ്പുറത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന സിദ്ദിഖിക്ക. കട്ട്, ഷോട്ട്, ഓക്കെ. കട്ട് കേട്ടയുടൻ വിജയമോഹൻ വക്കീൽ എവിടെയോ പോയി മറഞ്ഞു. ആൾ വീണ്ടും മോഹൻലാലായി. ഒരു കള്ളച്ചിരിയോടെ അടുത്തേക്ക് വന്ന് നിന്ന് മോണിറ്ററിൽ നോക്കി. ആ സീൻ കണ്ടു. ഒപ്പം ഞങ്ങളോട് ഒരു ഡയലോഗും. വക്കീലന്മാർ എങ്ങനെ ഈ കോട്ടുമിട്ടുകൊണ്ട് ഇത്രയും നേരം നിൽക്കുന്നു അല്ലേ? എന്തൊരു ചൂട്! നിങ്ങൾ നിൽക്കുന്നിടത്ത് എന്താ ഇത്ര കാറ്റ്? എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഞാൻ അപ്പോഴും ആ സീനിന്റെ ഹാങ് ഓവറിൽ നിൽക്കുകയാണ്. ലാലേട്ടൻ അതൊക്കെ അപ്പോഴേ വിട്ടു. ആ ഷോട്ട് എടുക്കാൻ പോകുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും ഞങ്ങൾ വർത്തമാനം പറയാൻ തുടങ്ങിയതാണ്. അവിടെ നിന്നും നേരെ പോയി അഭിനയിച്ചിട്ട് വരികയാണ്. ഇതിനൊക്കെ എപ്പോൾ തയ്യാറെടുക്കുന്നോ എന്തോ. തീരെ ചെറിയ പ്രായത്തിൽ ആദ്യമായി ഒരു ഷൂട്ട് കണ്ടതിന്റെ കുഞ്ഞോർമ്മകൾ എനിക്ക്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ സിനിമയുടെ ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് കാക്കോത്തി തന്റെ സ്വന്തം വീടും വീട്ടുകാരുടെ ചിത്രങ്ങളും കാണുന്ന സീൻ ചിത്രീകരിക്കുമ്പോൾ നടി രേവതിയുടെ തൊട്ടുപിന്നിൽ 5 വയസ്സുകാരനായ ഞാനും ഉണ്ടായിരുന്നത്രേ. വീണ്ടും കാരവാനിലേക്ക്. രാത്രി തിരികെ മടങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ല. ഇന്ന് ഞാൻ ലാലേട്ടൻ അഭിനയിക്കുന്നത് നേരിൽ കണ്ടു. എൻ്റെ അമ്മച്ചി, ഇങ്ങേരിത് എന്തോന്ന് മനുഷ്യൻ, ഒരു രക്ഷയുമില്ല. ഈ പടം ഹിറ്റടിക്കണം. ഇന്നിതാ നേര് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. വിജയത്തിൽ എനിക്കും അങ്ങേയറ്റത്തെ സന്തോഷം. നിരവധി പ്രിയപ്പെട്ടവർ അണിനിരന്ന ചിത്രം കൂടിയാണ് നേര്.
ശങ്കർ, ജഗദീഷേട്ടൻ, സിദ്ദിഖിക്ക, ഗണേശേട്ടൻ, ഡോക്ടർ പ്രശാന്ത്, നന്ദുവേട്ടൻ, ഷെഫ് പിള്ളേച്ചൻ, അവരുടെ സന്തോഷം നമ്മുടേതു കൂടി ആകുമല്ലോ. പലരും പറഞ്ഞു കണ്ടു ഞങ്ങളുടെ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന്. അതിന് അങ്ങേര് എവിടെയെങ്കിലും പോയിട്ട് വേണ്ടേ? മോഹൻലാലിലെ നടൻ കളിമണ്ണ് പോലെയാണ്. നല്ലൊരു ശില്പിയുടെ കയ്യിൽ കൊടുക്കൂ, നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് ഉണ്ടാക്കി തരും. ഇവിടെ ആ ശില്പി ജിത്തു ജോസഫ്. നടന വിസ്മയം തുടരട്ടെ. ലാലേട്ട, ഉമ്മ.